ഇന്ന് 2024 ജൂൺ മാസം 11-ാം തീയതി ചൊവ്വാഴ്ച ദിവസം സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധി തുക കൈപ്പറ്റുന്ന ആളുകൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അതായത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് 3-ാം തവണ അധികാരമേറ്റുകൊണ്ട് മോദി അദ്ദേഹത്തിൻ്റെ ആദ്യ ഫയലിൽ ഒപ്പുവെച്ചുകൊണ്ട് കർഷകർക്കുള്ള PM കിസാൻ സമ്മാൻ നിധിയുടെ 17-ാം ഗഡു അനുവദിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള 8 കോടിയിലധികം കർഷകർക്ക് 20,000 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. രാജ്യത്തെ 9.3 കോടി കർഷകർക്കാണ് ഇതിലൂടെ പ്രയോജനം ലഭിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അതായത് DBT പദ്ധതികളിൽ ഒന്നാണിത്. 2018 ഡിസംബർ 1 മുതൽ പ്രവർത്തനം ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആരംഭിച്ചത് രാജ്യത്തുടനീളമുള്ള എല്ലാ ഭൂവുടമ കർഷക കുടുംബങ്ങൾക്കും വരുമാന പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. പ്രതിവർഷം 6,000 രൂപയാണ് കർഷകർക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. 3 മാസ ഗഡുക്കളായി 2,000 രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ തുക നേരിട്ട് എത്തിച്ചേരുന്നത്. ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യമുണ്ട്. ഒന്നാമതായി നിങ്ങളുടെ KYC, ലാൻഡ് സീഡിംഗ്, ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യൽ, ഇതൊക്കെ പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ഇങ്ങനെ പൂർത്തിയായ ആളുകൾക്ക് മാത്രമാണ് ഈ തുക അനുവദിക്കുന്നുള്ളൂ. ഇനി അനുവദിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി കിസാൻ യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.pmkisan.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ ഫാർമേഴ്സ് കോർണർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഫാർമേഴ്സ് കോർണർ വിഭാഗത്തിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് സംസ്ഥാനം, ജില്ല, ഉപജില്ല, ബ്ലോക്ക്, വില്ലേജ് എന്നിവ തിരഞ്ഞെടുക്കുക. അതിൽ ഗെറ്റ് റിപ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗുണഭോക്താക്കളുടെ പൂർണ്ണമായ ലിസ്റ്റ് ലഭ്യമാകും. ഇതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ തുക ലഭ്യമാകുമോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ഇനി ഇതുവരെ കിസാൻ സമ്മാൻ യോജനയിൽ അപേക്ഷ കൊടുക്കാത്ത ആളുകളാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. ഇതിനൊരു അവസാന തീയതിയോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ചെറിയ ഭൂമിയിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ അതല്ലെങ്കിൽ ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളുണ്ട് എങ്കിൽ അക്ഷയ കേന്ദ്രമായോ അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഭവനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ 17-ാം ഗഡുവിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.